ജോൺ എഫ് കെനഡി സെന്റർ ഫോർ ദി പെർഫോമിംഗ് ആർട്സിൽ നിന്ന് തന്റെ പേര് നീക്കം ചെയ്യാൻ ഉത്തരവിട്ട ഫെഡറൽ ജഡ്ജിക്കെതിരെ കടുത്ത ഭാഷയിൽ ആഞ്ഞടിച്ച് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. അമേരിക്കൻ ചരിത്രത്തിൽ തന്നെ തന്നെക്കാൾ മോശമായും അനീതിയായും കോടതികൾ പെരുമാറിയ മറ്റൊരു പ്രസിഡന്റ് ഉണ്ടായിട്ടില്ല എന്നും അദ്ദേഹം തുറന്നടിച്ചു. തന്റെ സോഷ്യൽ മീഡിയ അക്കൗണ്ടിൽ പങ്കുവച്ച നീണ്ട പോസ്റ്റിലൂടെയാണ് US ഡിസ്ട്രിക്ട് ജഡ്ജി ക്രിസ്റ്റഫർ കൂപ്പറെ ട്രംപ് രൂക്ഷമായി വിമർശിച്ചത്. കോൺഗ്രസിന്റെ ഔദ്യോഗികമായ അനുമതിയില്ലാതെ കെനഡി സെന്ററിന്റെ പേര് മാറ്റാൻ കഴിയില്ലെന്നും വലിയ തോതിലുള്ള നവീകരണ പ്രവർത്തനങ്ങൾക്കായി ഈ സ്ഥാപനം താൽക്കാലികമായി അടച്ചിടാനുള്ള പദ്ധതികൾ തടയണമെന്നും ജഡ്ജി കൂപ്പർ ഉത്തരവിട്ടിരുന്നു. ഇതിനെതിരെയാണ് ട്രംപിന്റെ പ്രതികരണം. അതേസമയം തുടർച്ചയായ ഇത്തരം ജുഡീഷ്യൽ ഇടപെടലുകൾ ഉണ്ടാകുന്നുണ്ടെങ്കിലും രാജ്യത്തിന്റെ പുരോഗതിക്കായി താൻ തുടർന്നും പ്രവർത്തിക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഇതോടൊപ്പം തന്നെ കെനഡി സെന്ററിന്റെ പൂർണ്ണമായ ഉത്തരവാദിത്തം തിരികെ കോൺഗ്രസിന് തന്നെ കൈമാറാൻ തന്റെ ഭരണകൂടം കോൺഗ്രസുമായി ചേർന്ന് പ്രവർത്തിക്കുമെന്നും പ്രസിഡന്റ് പ്രഖ്യാപിച്ചു. ഈ സാംസ്കാരിക സ്ഥാപനത്തിന്റെ പ്രവർത്തനം, പരിപാലനം, മാനേജ്മെന്റ് എന്നിവയുടെ പൂർണ്ണവും സമ്പൂർണവുമായ കൈമാറ്റത്തിന് ആവശ്യമായ ക്രമീകരണങ്ങൾ ചെയ്യാൻ താൻ വാണിജ്യ വകുപ്പിന് നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്നും ട്രംപ് വ്യക്തമാക്കി. കെനഡി സെന്റർ നവീകരിക്കാൻ താൻ നടത്തിയ ശ്രമങ്ങളെ ട്രംപ് ശക്തമായി ന്യായീകരിച്ചു. തന്റെ ഭരണകൂടം ഇതിൽ ഇടപെടുന്നതിന് മുൻപ് വർഷങ്ങളായുള്ള അവഗണനയും സാമ്പത്തിക നഷ്ടവും മോശം പരിപാലനവും കാരണം ഈ വേദി വൻ തകർച്ചയിലായിരുന്നുവെന്ന് ട്രംപ് അവകാശപ്പെട്ടു. വർഷങ്ങളായി നൂറുകണക്കിന് ദശലക്ഷം ഡോളറാണ് ഈ കേന്ദ്രത്തിന് നഷ്ടമുണ്ടായതെന്നും ഇതിന്റെ ഘടനയിലും ഭംഗിയിലും വലിയ രീതിയിലുള്ള നവീകരണങ്ങൾ ആവശ്യമായിരുന്നുവെന്നും ട്രംപ് പറഞ്ഞു. അതേസമയം സ്ഥാപനത്തിന്റെ 36 അംഗ ട്രസ്റ്റി ബോർഡ് ഏകകണ്ഠമായാണ് തന്റെ പേര് ഈ സാംസ്കാരിക കേന്ദ്രത്തിന് നൽകാൻ അംഗീകാരം നൽകിയതെന്ന് പ്രസിഡന്റ് വാദിച്ചു. എന്നാൽ ഈ മാറ്റം വരുത്താൻ ട്രസ്റ്റി ബോർഡിന് നിയമപരമായ അധികാരമില്ലെന്ന് ചൂണ്ടിക്കാട്ടിയാണ് ജഡ്ജി കൂപ്പർ വേദിയിൽ നിന്ന് ട്രംപിന്റെ പേര് നീക്കം ചെയ്യാൻ ഉത്തരവിട്ടത്. കെട്ടിടത്തിന്റെ സുരക്ഷാ ആശങ്കകളെ കുറിച്ച് കൺസ്ട്രക്ഷൻ എഞ്ചിനീയറിംഗ് വിദഗ്ധർ നൽകിയ മുന്നറിയിപ്പുകൾ ജഡ്ജി പൂർണ്ണമായി അവഗണിച്ചതായും ട്രംപ് കുറ്റപ്പെടുത്തി. തകർന്നുകൊണ്ടിരിക്കുന്ന ബീമുകളും പാർക്കിംഗ് ഏരിയകളും ഉൾപ്പെടെ ഈ കെട്ടിടം വലിയ ഘടനാപരമായ പ്രശ്നങ്ങൾ നേരിടുന്നുണ്ടെന്നും ഇത് പൊതുജനങ്ങൾക്ക് വലിയ അപകട സാധ്യത ഉണ്ടാക്കുമെന്നും അദ്ദേഹം അവകാശപ്പെട്ടു. ഇത്തരം സാഹചര്യത്തിൽ വലിയ നവീകരണങ്ങൾ നടത്താതെ ഇത് തുറന്നു പ്രവർത്തിക്കുന്നത് തികച്ചും ഉത്തരവാദിത്തമില്ലാത്ത സമീപനമാണെന്നും അദ്ദേഹം വാദിച്ചു. മുൻ പ്രസിഡന്റ് ജോൺ എഫ് കെനഡിയുടെ ബഹുമാനാർത്ഥം കോൺഗ്രസ് സ്ഥാപിച്ച കെനഡി സെന്ററിന്റെ പേര് വെറുമൊരു ബോർഡ് തീരുമാനത്തിലൂടെ മാത്രം മാറ്റാൻ കഴിയില്ലെന്ന കണ്ടെത്തലിൽ നിന്നാണ് ഈ തർക്കം ഉടലെടുത്തത്. ഈ സ്ഥാപനത്തിന്റെ പേര് ഔദ്യോഗികമായി മാറ്റാൻ കോൺഗ്രസിന് മാത്രമേ അധികാരമുള്ളൂ എന്ന് ജഡ്ജി വിധിയിൽ വ്യക്തമാക്കിയിരുന്നു. തകർച്ച നേരിടുന്ന ഒരു സ്ഥാപനത്തെ പുനരുജ്ജീവിപ്പിക്കാൻ ശ്രമിച്ചതിൽ താൻ അഭിമാനിച്ചിരുന്നുവെന്നും വാഷിംഗ്ടണിനും രാജ്യത്തിനും വേണ്ടിയുള്ള ഒരു മികച്ച സാംസ്കാരിക വേദിയായി അതിനെ മാറ്റാനാണ് താൻ ആഗ്രഹിച്ചതെന്നും ട്രംപ് പറഞ്ഞു. എന്നാൽ തന്റെ ഭരണകൂടത്തിന് നവീകരണ പദ്ധതികൾ നടപ്പിലാക്കാനുള്ള കൂടുതൽ സ്വാതന്ത്ര്യം ലഭിച്ചില്ലെങ്കിൽ ഈ ശ്രമങ്ങളുമായി ഇനി മുന്നോട്ട് പോകില്ലെന്നും അദ്ദേഹം സൂചന നൽകി. ട്രംപ് ഭരണകൂടത്തിന്റെ നികുതി നയങ്ങൾ, കുടിയേറ്റ നടപടികൾ, ഫെഡറൽ തൊഴിൽ പരിഷ്കാരങ്ങൾ, എക്സിക്യൂട്ടീവ് നടപടികൾ എന്നിവയ്ക്കെതിരെയുള്ള നിയമപരമായ വെല്ലുവിളികൾ ഉൾപ്പെടെ തുടർച്ചയായ കോടതി തിരിച്ചടികൾ നേരിടുന്ന പശ്ചാത്തലത്തിലാണ് ജുഡീഷ്യറിക്കെതിരെയുള്ള പ്രസിഡന്റിന്റെ ഈ പുതിയ വിമർശനം. പ്രസിഡന്റിന്റെ അധികാര പരിധിയെ ചൊല്ലിയുള്ള കടുത്ത നിയമ പോരാട്ടങ്ങൾക്ക് വഴിവെച്ചുകൊണ്ട് പല കോടതികളും അദ്ദേഹത്തിന്റെ അജണ്ടയുടെ ഭാഗങ്ങൾ തടയുകയോ പരിമിതപ്പെടുത്തുകയോ ചെയ്തിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.